ചെയ്യുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഉണ്ടായിരുന്ന ഒരു കട്ട് പീസുകളാണ്. ഞാനിത് വേസ്റ്റ് ആയിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതും കൊണ്ടൊരു ടോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാൻറ്റ് തയ്ച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന കുറേ പീസുകളാണ്. അപ്പോൾ ഞാനിത് കുറേ പീസുകളായതുകൊണ്ട് ഇതെല്ലാം കൂടി ഇതേപോലെ യോജിപ്പിച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നീളത്തിലുള്ള പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ 2 പീസുകളുണ്ട്, ഒരേപോലത്തെ 2 പീസുകളുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നെക്ക് ഉള്ള പോലെ ഉണ്ട്, പക്ഷെ എനിക്ക് ആ നെക്ക് വേണ്ട. ഞാനിപ്പോൾ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ 2 പീസുകളും ഇതേപോലെ മേലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഷോൾഡർ അടയാളപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ആ ഭാഗത്തൊരു നെക്കിൻ്റെ ഒരു ഗ്യാപ്പ് പോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ താഴത്തുനിന്ന് ഒരു 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ച് അവിടെ വരച്ചു കൊടുത്തിട്ട് താഴേക്കും ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 7.5 ഇഞ്ച് അങ്ങോട്ടും എടുത്തിട്ടുണ്ട്. ഇനി ആ 2 കിട്ടിയ പോയിന്റ്സും കൂടി ഇതേപോലെ ഞാനൊരു എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ കോണിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് അതൊന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കൈക്കുഴി. പിന്നെ ഈ ടോപ്പിന് ഞാൻ അങ്ങനെ ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പോൾ ലൂസായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴേക്കൊരു വെറുതെ ഉള്ളൊരു ഷേപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ നെക്ക് ഞാനിതാ ഇവിടുന്ന് താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ബാക്കിൽ സ്ക്വയർ നെക്കും ഫ്രണ്ടിൽ അതിലുള്ള അതേ ഒരു ഷേപ്പിൻ്റെ ഒരു നെക്കും ചെയ്യാമെന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് മാറ്റിയിട്ട് 2 സ്ക്വയർ നെക്ക് ആക്കുകയാണ് ചെയ്തത്. പിന്നെ ആ കൈക്കുഴി വെട്ടിയിട്ട് ഇതേപോലെ ഒരു ഷേപ്പും കൂടെ വെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ നെക്കിൻ്റെ അവിടുന്ന് ആ ഷോൾഡറിൻ്റെ താഴത്തേക്ക് ഇതേപോലെ ഒരു ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു നീളത്തിലൊരു പീസ് എടുത്തിട്ട് ഞാൻ നെക്ക് ഇവിടെ മറച്ചടിക്കാനായിട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു പീസ് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ സ്ക്വയർ നെക്ക് വിത്തൗട്ട് ലൈനിങ് ഈ ഒരു ടൈപ്പിലൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കത് ആദ്യം വെച്ചതുപോലെ വെച്ചിട്ടൊന്ന് പിന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്താലും മതി. ഇനി നമ്മളവിടെ സൂചി നമ്മൾ ആ എൻഡിലെത്തുമ്പോൾ ഒരു കോണിലെത്തുമ്പോൾ അവിടെ കുത്തി നിർത്തിയിട്ട് നമ്മളെ ഫൂട്ട് പൊന്തിച്ചിട്ട് നമ്മൾ മെറ്റീരിയൽ തിരിച്ചിട്ട് ഇതേപോലെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സ്ക്വയർ ഭാഗം വരുന്ന എല്ലാ ഭാഗവും ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ മെറ്റീരിയൽ ഉള്ളിലേക്ക് ഇതേപോലെ മറയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. മറച്ചിട്ട് അതിൻ്റെ അറ്റത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും സെയിം മെഷർമെൻറ്റിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സെയിം മെത്തേഡിലുമാണ് രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നല്ല ഭാഗവും ഇതേപോലെ ഫേസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ വെച്ചിരിക്കുന്ന പീസ് ഇതേപോലെ ഒന്ന് നിവർത്തിയതിന് ശേഷം നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. നമ്മളിവിടെ സ്ലീവ് വെക്കുന്നില്ലാത്തതുകൊണ്ട് ഇതേപോലെ 2 മടക്കാക്കിയിട്ട് അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ എൻഡ് വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ആ ഭാഗം ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കൈക്കുഴീൻ്റെ എൻഡിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴത്തേക്ക് നമ്മൾ 2 ഭാഗത്തും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടോപ്പിൻ്റെ താഴെ ഭാഗം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ നെക്ക് വല്ലാണ്ട് ഇങ്ങനെ വൈഡായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാനിവിടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കട്ട് പീസുകൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള സിമ്പിൾ ക്രോപ്പ് ടോപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.